ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയതല്ല, ഉറക്കത്തിൽ അവിടുന്ന് ഇവിടം വരെ നടന്നു വന്നതാ. ആണോ? ആ. എങ്ങനെയാ ചേർക്കത്തിൽ നടക്കുന്നേ? സോമനാംബുലിസം എന്നുവെച്ചാ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് അതിന്റെ പുറകെ അങ്ങ് പോകും. ഇതിപ്പോ എന്താ ചെയ്യാ? കുറച്ച് ദിവസം കൂടി ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണാം. ഹോസ്പിറ്റലിൽ പോകേണ്ട സ്റ്റേജിലോട്ടൊന്നും എത്തിയിട്ടില്ല. മധ്യാഹ്നം இந்த സോംനാംബുലിസം വരുമാ? ആന്റി, അതായത് ഗാഢ നിദ്രയിലോട്ട് കയറത്തില്ലേ, അപ്പോഴും എങ്ങനെ സംഭവിക്കണേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ടെൻഷൻ അല്ല, ഉറക്കത്തിൽ ഇങ്ങനെ എണീറ്റൊക്കെ നടന്നിട്ടേ ആ പാറമടയിലെങ്ങനെ ചെന്ന് വീണ എന്തോ ചെയ്യും? പൂട്ടിടണം, സിദ്ധുവിനെ പൂട്ടിടണം. അല്ലെങ്കിൽ അമ്മ പറഞ്ഞ പോലെ പാറമടയിൽ വല്ലതും പോയി ചാടും. പൂട്ടിടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ നിൽക്കാൻ പറ്റും? ഞാൻ നിൽക്കാതെ വേറെ ആയിരിക്കും. നമ്മ കൂടെ പോക വേണ്ടാമോ? അപ്പോ അത് ലച്ചു ഇവിടെ വിളിക്ക്. ലച്ചു അവരവിടെ പോയി പോയാ? കൂടെ വാ, കൂടാ വാ, നോക്കാം. നേരം വിളിക്കാറായില്ല, ഇവരത് അവിടെ പോയി. വാ, അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ടാ. അച്ഛൻ കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടോ. അച്ഛന് ബെഡ് കോഫി വേണോ? സിദ്ധു, ഞാനെങ്ങനെ ഇവിടെ എത്തി? ഇതാണോ സോമനാംബുലിസം? പക്ഷെ അതിങ്ങനെ അല്ലല്ല. നീ എന്തിനാ ഇവിടെ ഒന്ന് കിടന്നുറങ്ങണേ? ഇവിടെ അത് ഞാൻ ഉറക്കത്തിൽ വന്നതായിരിക്കും. ആണോ? അപ്പൊ വന്നപ്പോ ഈ പായും തലയാണൊന്നും കയ്യിലില്ലായിരുന്നല്ലോ. പായും തലയണയും അത് എങ്ങനെ എത്തിയോ എന്തോ ഇവിടെ? അയ്യോ, പാറമടയിലത്തെ ജലദേവത കൊണ്ടുവന്ന് വെച്ചതായിരിക്കും. ഇത് കിടന്ന് ഉരുളല്ല, സത്യം പറ. എന്താ പ്രശ്നം? അപ്പോ പ്രശ്നമായിട്ടൊന്നും ഇല്ല. പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ഒന്ന് കിടന്നുറങ്ങുന്നേ? അത് ചുമ്മാ വന്ന് കിടന്നുറങ്ങിയതാ. മോനെ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. സൊല്ല് സിദ്ധു. അത് പറ. ഒന്നുമില്ലടാ. എന്റെ സ്വഭാവം മാറ്റരുത് കേട്ടാ. പറയണോ? പറ. പറയണോ? പറയുന്നുണ്ടോ ഇല്ലയോ? അമ്മൂമ്മ കുറച്ചു ദിവസമായിട്ട് എനിക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം കിട്ടണില്ല. അതെന്താ? മെന്റലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മെന്റലി ഒരു കുഴപ്പമില്ല. ലച്ചൂസിന്റെ കൂർക്കമല കാരണം എനിക്ക് അവിടെ കിടക്കാൻ പറ്റണില്ല. കൂർക്കമല? ആര് കൂർക്കമല? ഞാൻ ഒന്നും കൂർക്കൊന്നും വലിക്കാറൊന്നുമില്ല. ലച്ചൂസെ, നീ നന്നായിട്ട് കൂർക്കം വലിക്കുന്നുണ്ട്. ഉറക്കത്തിലായോണ്ടോ നീ അറിയാത്തതാ. അടുത്ത് കിടക്കാൻ പറ്റണില്ലടി. ചുമ്മാ കള്ളം പറയല്ലേ. ഞാൻ തന്നെ കള്ളം പറയണേ, സത്യ. ഞാൻ കൂർക്കൊന്നും വലിക്കാറില്ല അമ്മായി. കഷ്ടമാണത്. പാവ സിദ്ധുവിന് ഉറങ്ങാൻ പോലും പറ്റില്ലല്ലോ ലച്ചുവേ. നീ അത്രയ്ക്ക് ശല്യാണെങ്കിൽ ആ ഹോളെങ്ങനെ പോയി കിടന്നൂടെ? ലച്ചൂസെ, നിന്റെ ഒടുക്കത്തെ കൂർക്കമ്പലി കാരണം ഞാൻ രാത്രി ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടിട്ടാ കിടന്നുറങ്ങണേ. രാവിലെ ആകുമ്പോഴേക്കും ഹെഡ്സെറ്റ് ചാർജ് ചെയ്യും. പിന്നെ വീണ്ടും ഉള്ള കൂർക്കമ്പലി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടന്നത്. അല്ല, അങ്ങനെയാണെങ്കിലേ മോനെന്തിനാ ഉറങ്ങിക്കോണ്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് നടന്നു പോയല്ലോ? അത് പിന്നെ എനിക്ക് സോമനാംബുലിസം ആണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടെന്ന് ഓർത്തു.
വെറുതെ എന്തിനാ എന്റെ ലച്ചൂസിനെ നാണം കിടത്തുന്നത് കരുതിയിട്ടാ. എന്തായാലും മോൻ ബാ വീട്ടിലോട്ട് പോവാ. എന്താണല്ലോ ഇത്രയായി, നല്ല വൈബുണ്ട്, കുറച്ചു നേരം കൂടെ കിടന്നിട്ട് അങ്ങെടുത്താം. ഇനിയേ ഞാൻ മുറിയുടെ പരിസരത്ത് എങ്ങനെ കൊണ്ടുപോകണ്ടല്ലോ, ചവിട്ടി കൂട്ടി ഞാൻ നോക്കിക്കോ. എവിടെയാ ചപ്പ കിടന്നത്? മാറി മോൻ എണീറ്റ് വാ. വന്നേക്കാം. വാ.